ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് നയിക്കുന്ന മേഖലാ ജാഥ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ UDF കൺവീനർ തന്നെ നേരിട്ട് ഒരു വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടിയായ വിശ്വാസപരമായ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധ ജാഥ ആരംഭിക്കുന്നു എന്നത് UDFിൻ്റെ രാഷ്ട്രീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്. അമൽ, യാത്ര എപ്പോൾ തുടങ്ങും? ഒന്നാമത് മഴയുടെ ഒരു സാഹചര്യമുണ്ട്, അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. രതീഷ, തിരുവനന്തപുരത്തു നിന്നും അടൂർ പ്രകാശ് MP നയിക്കുന്ന ജാഥയുടെ തുടക്കമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇന്നിപ്പോൾ കെ മുരളീധരൻ വടക്ക് നിന്നും നയിക്കുന്ന ജാഥ തുടങ്ങിയിരുന്നു. ഇനി രണ്ട് ജാഥകൾ കൂടിയുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുമുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ചാണ് ഈ ജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്നും ഗാന്ധി പാർക്കിലേക്ക് തുറന്ന വാഹനത്തിൽ അടൂർ പ്രകാശും രമേശ് ചെന്നിത്തലയും എത്തും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പി.സി. വിശ്വനാഥ് അടക്കമുള്ളവർ ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. അവിടെ നിന്നും തിരിച്ചിറങ്ങി തുറന്ന വാഹനത്തിൽ ഗാന്ധി പാർക്കിലേക്ക് എത്തി അവിടെയായിരിക്കും ഔദ്യോഗികമായ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുക. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കും എതിരെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര KPCCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച് ആരംഭിച്ചിരിക്കുന്നത്. 14 മുതൽ 18 വരെ 18-ാം തീയതിയാകും ഇതിന്റെ സമാപന സമ്മേളനം ഉണ്ടാകുക. ചെങ്ങന്നൂർ മുതൽ പിന്നീട് ഒരു പദയാത്ര കൂടി UDF നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായി തന്നെയുള്ള പരിപാടികളുമായി ഈ പറയുന്ന ശബരിമല വിഷയത്തെ ആളിക്കത്തിക്കാനുള്ള തീരുമാനം തന്നെയാണ് എന്തായാലും UDFിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിഷയത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ഈ വിഷയം രാഷ്ട്രീയമായി സർക്കാരിനും അതോടൊപ്പം തന്നെ LDFിനും തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ തന്നെ UDFും കോൺഗ്രസും കാണുകയാണ്. അതിനാൽ തന്നെയാണ് അയ്യപ്പന്റെ വിഷയമായതിനാൽ ഒരു മതേതര വിഷയം എന്നുള്ള നിലയിൽ തന്നെ UDF ഇതിനെ കൈകാര്യം ചെയ്യുന്നു. UDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ അണിനിരത്തി മറ്റ് ഘടകകക്ഷി നേതാക്കളെ എല്ലാം അണിനിരത്തിയുള്ള ഒരു പരിപാടിയാണ് ചെങ്ങന്നൂരിൽ UDF പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ട് ഭാഗത്തു നിന്നുമുള്ള തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള ആദ്യ രണ്ട് ജാഥകൾ ഇപ്പോൾ ആരംഭിച്ചു. ഇനിയിപ്പോൾ മറ്റു രണ്ട് ജാഥകൾ കൂടി നാളെയോടുകൂടി മറ്റു രണ്ട് ജാഥകൾ കൂടി ആരംഭിക്കും. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെതിരെ അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി, 4 ജാഥകളാണ്, വിശ്വാസ സംരക്ഷണ ജാഥകളാണ്. സാധാരണയിൽ രാഷ്ട്രീയ ജാഥകൾ കേരളം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥ, അതും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. 4 നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര, അത് പാലക്കാട് തൃത്താലയിൽ നിന്ന് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര, അത് കണ്ണൂരിലെ ഇരിട്ടിയിൽ നിന്ന്. അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ കാസർഗോഡ് നിന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന യാത്രയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് നയിക്കുന്ന ജാഥ കൂടി തുടക്കമാവുകയാണ്.